ഹാലലൂയ, പ്രൈസ് ഗോഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ നാളുകളിൽ ഒരു പരിപൂർണ സമർപ്പണത്തിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന റെപ്യൂട്ടേഷൻ പോലും സമർപ്പിപ്പാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നെപ്പറ്റി എന്നുള്ളത് കുഞ്ഞെ നീ കെയർ ചെയ്യാൻ പോകണ്ട. എന്ത് പറഞ്ഞാലും നീ അതങ്ങ് അഡ്മിറ്റ് ചെയ്തേര്. നിന്നെ ആരെങ്കിലും കളിയാക്കിയാൽ നിൻ്റെ മുഖം വല്ലാണ്ടാകും, നിൻ്റെ ഹൃദയം വല്ലാണ്ടാകും. ശരിയല്ലേ ഞാൻ പറയുന്നത്? നമുക്കെല്ലാം റെസ്പെക്റ്റ് ആവശ്യമാണ്, ഇഷ്ടമാണ്. അത് ചീത്തക്കാര്യമല്ല. പക്ഷെങ്കിൽ യേശു കർത്താവിനെ ഫോളോ ചെയ്യുന്നതിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് പറയും, ആ ഒരു ചിന്ത വന്ന് ഭരിച്ചാൽ അത് നല്ലതല്ല. അങ്ങനെ വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ട്രൂ ഡിസൈപ്പിളായിരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ റെപ്യൂട്ടേഷൻ പോലും സറണ്ടർ ചെയ്യുവാൻ്റെ ഗുണം നമുക്ക് കഴിയണം. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവി. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ നാമനിമിത്തം പലരും നമ്മളെ പകയ്ക്കുമെന്ന് ബൈബിൾ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മൾ യേശു കർത്താവിൻ്റെ ഒരു സത്യ അനുകാരിയാണെങ്കിൽ ഈ ലോകത്തിലെ നമ്മുടെ റെപ്യൂട്ടേഷൻ പോയി എന്നിരിക്കും. എന്തുകൊണ്ടാണ്? നാം അവൻ്റെ പേര് ഏറ്റെടുത്തത് കൊണ്ട്. അപ്പോൾ നമ്മുടെ ആ റെപ്യൂട്ടേഷൻ സറണ്ടർ ചെയ്യാനായിട്ട് നമുക്ക് മനസ്സില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. അവർ മനുഷ്യരിൽ നിന്ന് വരുന്ന പുകഴ്ചയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വത്തെ വലുതായി കാണുവാൻ കഴിയാതെ പോകുന്നു. അത് ജീവിതത്തിലുണ്ടാകുവാനിടയാകരുതേ. മിക്കവർക്കും കൂടുതൽ വിലയുള്ളതും കൂടുതൽ അർത്ഥവത്തായിട്ട് അവർ കാണുന്നതും ഈ ലോകം തരുന്ന റെപ്യൂട്ടേഷനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ഹൃദയം കൊടുത്ത ദൈവ പൈതലേ, വിട്ടുകളയാമോ? സറണ്ടർ ചെയ്യാമോ? നമ്മുടെ റെപ്യൂട്ടേഷനെ ഒന്ന് സറണ്ടർ ചെയ്യാമോ? നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് തന്നെ അങ്ങ് ചിന്തിച്ചോ? നമ്മൾ ഓപ്പണായിട്ട് യേശു കർത്താവിനെ കൺഫസ് ചെയ്യുവാൻ കഴിവുള്ളവരായിട്ട് ഈ നാളിൽ വളരണമേ. വിൽ യു ബെയർ ഹിസ് നെയിം ഗ്ലാഡ്ലി? ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? വിൽ യു ബെയർ ഹിസ് നെയിം ഗ്ലാഡ്ലി? നമുക്ക് ധൈര്യം തരാൻ പ്രാർത്ഥിര്. നമ്മുടെ റെപ്യൂട്ടേഷൻ സറണ്ടർ ചെയ്ത് യേശു കർത്താവിൻ്റെ നാമം കൺഫസ് ചെയ്യുവാൻ കൃപ തരണമേ എന്ന് ദൈവത്തോട് ചോദിയിര്. ദൈവം തീർച്ചയായിട്ടും അതിന് നമുക്ക് കൃപ തരും. നിങ്ങൾ ഫിലിപ്പിയ ലേഖനം 3 മുഴുവൻ വായിക്കുന്നത് നല്ലതാണ്. കാരണം എന്തെല്ലാം സ്ഥാനം പൗലോസിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ട്, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാ, ഇസ്രായേൽ ജാതിക്കാരനാ, ബെന്യാമീൻ ഗോത്രക്കാരനാ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാ, ന്യായപ്രമാണത്തിലെ സകല നീതിയും സംബന്ധിച്ച് അനിന്ദന. പക്ഷെ താൻ പറയുക, പൗലോസ് പറയുക, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. പറ്റുമോ ദൈവ പൈതലേ? ഹല്ലേലൂയ. 8-ാമത്തെ വാക്യം വളരെ ആഴത്തിൽ മനസ്സിലാക്കിയാൽ ഛേദമെന്ന് നമുക്ക് എന്തെങ്കിലും എണ്ണാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ഒരു വിലയിരുത്തൽ നടത്താനായിട്ട് പറ്റും.
യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നാം അവനെ സേവിക്കാൻ തുടങ്ങിയാൽ ആ വലിയ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നതുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തെ തന്നെ ചേഞ്ച് ചെയ്യും. അവനോടുള്ള സ്നേഹം മാത്രമേ ഒരു ഫുള്ളി സറണ്ടറിലേക്ക് നമ്മെ നടത്തത്തുള്ളൂ. യേശുവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേറെ ഒന്നും ഈ ലോകത്തിലേത് പൗലോസിന് വിലയുള്ളതല്ല. യേശു കർത്താവ് നിമിത്തം ലാഭമായിരുന്നതിനൊക്കെയും ഛേദമെന്നെണ്ണുവാനായിട്ട് പൗലോസ് അപ്പോസ്തലന് കഴിഞ്ഞുവെങ്കിൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമുക്കും കഴിയണം. ഹല്ലേലൂയ. ജോനാഥാൻ എഡ്വേർഡ്സ് എന്ന തിയോളജിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. താനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഐ ഹാവ് ബീൻ ബിഫോർ ഗോഡ് ആൻഡ് ഹാവ് ഗിവൺ മൈസെൽഫ് ഓൾ ദാറ്റ് ഐ ആം ആൻഡ് ഹാവ് ടു ഗോഡ് സോ ദാറ്റ് ഐ ആം നോട്ട് ഇൻ എനി റെസ്പെക്ട് മൈ ഓൺ. ഞാൻ എൻ്റെ സ്വന്തമല്ലെന്ന്, എനിക്കൊന്നും സ്വന്തമായിട്ടില്ല, എനിക്കുള്ളതെല്ലാം എന്നെ തന്നെ ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുത്തിരിക്കുക എന്ന് പറയാൻ കുഞ്ഞ് ദൈവ പൈതലേ, ഹല്ലേലൂയ. നീ എത്ര ചെറിയവനെന്ന് നിനക്ക് തോന്നിയാലും, നീ എത്ര വലിയവനെന്ന് നിനക്ക് തോന്നിയാലും, ഈ ലോകത്തിൽ നീ ആരുമായിക്കൊള്ളട്ടെ, നിനക്കങ്ങനെ പറയാൻ പറ്റുമോ? ജിം എലിയട്ട് എന്ന് പറയുന്ന മിഷണറി, പ്രൈസ് ഗോഡ്, മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ടു ഗീവ് വാട്ട് യു കനോട്ട് കീപ്പ് ഇൻ ഓർഡർ ടു ഗെയിൻ വാട്ട് യു കനോട്ട് ലൂസ് ഈസ് നോട്ട് എ ബാഡ് ബാർഗെയിൻ. നിങ്ങൾക്കതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നല്ലതാണ്. അതുകൊണ്ട് യേശു കർത്താവുമായിട്ട് നാം നമ്മെ കമ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം വെറും ചപ്പ, വെറും ചവറ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അനേക കാര്യങ്ങൾ വെളിവാക്കി തരുന്നതാണ്. യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോടും ക്രൂസിലെ മരണത്തോടും തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് യേശുവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങി എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നിനക്കതിന് കഴിയുമോ കുഞ്ഞെ? കഴിയണം. അപ്പോസ്തലനായ പൗലോസിനെ പോലെ, ജിം എലിയറ്റിനെ പോലെ, ജോനാഥാൻ എഡ്വേർഡ്സിനെ പോലൊക്കെ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്ത് കൊടുത്തവരുടെ കാര്യം വളരെ അത്ഭുതം തന്നെ അല്ലേ? പക്ഷെ പെർഫെക്റ്റ് മോഡൽ ആരാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞ വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു അല്ലേ? ആരാ? ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അവൻ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് സറണ്ടർ അല്ലേ? ദൈവത്തിൻ്റെ ഹ്യൂമിലിറ്റി, അവൻ മനുഷ്യനായി തീർന്നു. യേശു കർത്താവ് തൻ്റെ മുഴുവൻ ജീവിതകാലത്തും ആ സറണ്ടർ ചെയ്യുക എന്നുള്ള പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിരുന്നു. കാരണം അവൻ്റെ ടോപ്പ് പ്രയോറിറ്റി എന്തായിരുന്നു വെച്ചാൽ യേശു കർത്താവിൻ്റെ ഹിതത്തിന് കീഴടങ്ങുക എന്നുള്ളതായിരുന്നു. ഫൈനലി നാം നോക്കുമ്പോൾ അവൻ്റെ സറണ്ടർ, അതായത് അവൻ്റെ മുഴുവൻ ജീവിതം അവൻ ക്രൂശിൽ സമർപ്പിച്ചു. വില്ലിംഗ്ലി ആൻഡ് ഗ്ലാഡ്ലി നമ്മുടെ സകലരുടെയും പാപങ്ങൾക്ക് വേണ്ടി അവനത് വഹിച്ചു. എന്തിനാ? നമുക്ക് ഇറ്റേണൽ ലൈഫ് അവകാശമായി ലഭിക്കേണ്ടതിന്. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ജീസസ് സാക്രിഫൈസ്, ഹിസ് സറണ്ടർ, ദാറ്റ് വി ആർ സേവ്ഡ്. വിശ്വസിക്കുന്നു ദൈവ പൈതലേ? രക്ഷയിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം യേശു സകലതും ക്രൂസിൽ സമർപ്പിച്ചു, യാഗമായി തീർന്നു. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. പ്രൈസ് ഗോഡ്. ഗോസ്പൽസ്, സുവിശേഷങ്ങളിലൊക്കെ യേശുവിൻ്റെ ജീവിതം റെക്കോർഡ് ചെയ്തിരിക്കുന്നത് പ്രൈസ് ഗോഡ് നോക്കുവാണെങ്കിൽ അവൻ്റെ ശുശ്രൂഷയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു. അവൻ ശുശ്രൂഷിച്ചത് തന്നെ ഒരു സറൻഡേർഡ് മനസ്സുമായിട്ടാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യം ഇങ്ങനെ പറയുന്നു: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല,
ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. പ്രൈസ് ഗോഡ്. യേശു കർത്താവിലുള്ള ഭാവം തന്നെ നമുക്കും വേണ്ടേ ദൈവമക്കളെ? ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നാം അപ്ലൈ ചെയ്യേണ്ട ഒരു വലിയ ലെസനായത്. പൂർണ്ണമായിട്ട് ദൈവത്തിന് സറണ്ടർ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം നാം മുന്നോട്ട് നയിച്ചാൽ നാം യേശു കർത്താവിൻ്റെ എക്സാമ്പിൾ ഫോളോ ചെയ്യുന്നവരാ. നമ്മൾ നമ്മുടെ സ്വന്തം പ്രവൃത്തികളിൽ അത് യേശുവിൻ്റെ പ്രവൃത്തി ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയണം. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഇറ്റ് ഷുഡ് ബി എ സർവീസ് ടു അതേഴ്സ്. പറ്റുമോ? നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നിൻ്റെ എല്ലാ സെൽഫ്ലെസ് ആക്ട്സ് ഓഫ് സറണ്ടർ ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെയൊരു സ്വഭാവം, ക്രിസ്തുവേശുവിലുള്ളൊരു ഭാവം, അങ്ങനെയുള്ളൊരു സ്വഭാവം നീ ഞങ്ങൾക്ക് തരുമാറാകണമേ. നീ അതിന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.